വാതിക്കൽ അറ്റ് ദ ഗേറ്റ് പാർട്ട് 3 ആണിത്. 2 ദിവസവും പാപം വാതിക്കൽ നിൽക്കുന്നു. രണ്ടാമത്തെ ദിവസം പറഞ്ഞത് ന്യായാധിപതി വാതിക്കൽ നിൽക്കുന്നു. യാക്കോബിൻ്റെ 9:5. എന്നാൽ യേശു ക്രിസ്തു പറയുന്നുണ്ട് നമുക്ക് തൻ്റെ നാമത്തിൽ പാപമോചനമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അതില്ലെങ്കിൽ ഈ ദുഷ്ടപിശാച് നമ്മളെ ഇങ്ങനെ എന്നും അങ്ങനെ ഞെരുക്കി നമ്മുടെ തലമുറകളെ അങ്ങ് ഞെക്കി വെച്ചിരിക്കുക. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാൻ നമ്മൾ മറന്നു പോകുന്നുണ്ട്. എന്നാ ബലഹീനതയുണ്ടെങ്കിലും അവരെ ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് അനുഗ്രഹം കൊണ്ട് അകത്തുകയാണ്. അതായത് ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളമുണ്ട്, നിറച്ച് വെള്ളം ഇതിനകത്തുണ്ടെങ്കിലും ഇത് പുറത്തോട്ട് ഒഴിക്കാൻ അതിന് പറയാം. ഇതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ തേൻ ഒഴിക്കുകയാണെങ്കിൽ തേനിന് സാന്ദ്രത കൂറുന്നതിനാൽ അതിൻ്റെ അടി വന്നിട്ട് വെള്ളം തന്നെ പുറത്തോട്ട് പോകും. അത് മാത്രമേ പ്രാർത്ഥന കൊണ്ട് നടക്കത്തുള്ളൂ. നേരിട്ട് പറഞ്ഞോ, ദൈവം നേരിട്ട് കായിനോട് പറഞ്ഞിട്ട് കായിൻ ആബേലിനെ കൊന്നു. പിന്നെ നമ്മൾ പറഞ്ഞാൽ കേൾക്കത്തില്ല, ആരും കേൾക്കത്തില്ല എന്നുള്ള മനസ്സിലാക്കുക. വിനയുള്ള സ്വഭാവം വരുന്നത് എപ്പോഴാണ്? മുഴുവനും പദം പറഞ്ഞ് മരിക്കാറായി ജീവനും കളഞ്ഞ്, രോഗികളാണെങ്കിൽ മരിച്ചു എന്ന് എഴുതി കഴിയുമ്പോൾ അവർക്ക് ജഡം മാറി. അല്ലാത്തവർ ബിസിനസ് ചെയ്യുന്നതിനില്ലാതായി നിവൃത്തിയില്ലാതെ കടബാധ്യ വരുമ്പം ദൈവം ഈ ഒരു സ്ഥിതിയിലെ മനുഷ്യൻ കാണുന്നുള്ളൂ. അതിന് മുമ്പ് വന്നെങ്കിൽ അതൊരു ഭാഗ്യമാണ്. ഇവൻ ജോസഫ് പോലും കാരാഗ്രഹത്തിൽ കിടന്നിട്ടാണ് ദൈവത്തെ യഥാർത്ഥത്തിൽ കാണുന്നത്. കർത്താവ് പറയുന്നുണ്ടല്ലോ, വചനത്തിൽ പറയുന്നുണ്ട്, ദൈവം അവൻ അനുസരണം പഠിക്കുന്നിടം വരെയും അവൻ്റെ കാലുകൾ ചങ്ങലകളാൽ കെട്ടപ്പെട്ടു. ഞാനും അത് തന്നെയാണ് പറയുന്നത്. കർത്താവെ, ദൈവത്തിൻ്റെ ആത്മാ അറിയുന്നിടം വരെ നിൻ്റെ അരയ്ക്ക് നമ്മൾ കുഞ്ഞുങ്ങളെ കെട്ടിക്കൊടുക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 5:24-25 ദൈവത്തെ അറിഞ്ഞു കഴിയുമ്പോൾ ഒരു വിടുതലാണ്. ഇതൊരു സബ്സ്റ്റിറ്റ്യൂഷനാണ്. അതായത് നമ്മൾ അർഹിക്കാത്ത ചില അനുഗ്രഹങ്ങളെല്ലാം ഇങ്ങനെ അങ്ങ് ഒഴുകുക. കാരണം ദൈവത്തിൻ്റെ സ്വഭാവം മാറ്റാനൊക്കത്തില്ല. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഈ ദാനധർമ്മം ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ടോ? അവർ വാങ്ങിക്കുന്ന വ്യക്തിയുടെ അർഹത പോലും നോക്കത്തില്ല. ഇവരിങ്ങനെ കൊടുക്കുന്ന സ്വഭാവക്കാർ, അവരെവിടെ ചെന്നാലും കൊടുക്കും. അവർക്കത് കൊടുക്കാതിരിക്കാനൊക്കെ, ദാറ്റ് ഈസ് ദെയർ ക്യാരക്ടർ. അത് തന്നെയാണ് ദൈവത്തിൻ്റെ സ്വഭാവം. ദൈവം എപ്പോഴും അങ്ങ് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുക. ദൈവം പറയുന്ന യോഹന്നാൻ്റെ 5:24-25-24 ആമേൻ ആമേൻ 2 പ്രാവശ്യം ആമേൻ പറയുമ്പോൾ അത് ഷുവറാണേ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. കാരണം എന്ത് സിമ്പിളാക്കി പറഞ്ഞു, എൻ്റെ വചനം കേട്ട് എന്നെ പിതാവിനെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ. എപ്പോഴും യേശു ക്രിസ്തു പിതാവിന് മഹത്വം കൊടുക്കുന്നു. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കും. മരണം മാറി ജീവൻ തന്നിരിക്കുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ അത്ര മതി. അപ്പം മരണം മാറ്റി ജീവനാകുന്ന ഏത് ജീവനാണ്? നിത്യജീവൻ. അത് ദൈവത്തിനെ തരാനൊക്കത്തുള്ളൂ. യോഹന്നാൻ്റെ 1:12 പറയുന്നു, ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് കർത്താവ് പറയുന്നത്, അവനിൽ വിശ്വസിക്കുന്നവൻ എന്നാണ് 12 ഇങ്ങനെ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. എനിക്ക് അധികാരം തന്നത് ദൈവമാണ്, വേറെ ആരുമല്ല. നമ്മൾ എല്ലാവരോടും പറയണ്ട, ഇത് ദൈവം തന്ന്. ഈ പുസ്തകങ്ങൾ എടുത്ത് ഞാൻ പറയുന്നത് റെപ്പറ്റീഷൻ എന്ന് ജൽപ്പനം ചെയ്യും. ഞാൻ പറയുന്ന റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ചില കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ദൈവത്തിന്. ഇപ്പോൾ ഈ രാവിലത്തെ മോർണിംഗ് പ്രാർത്ഥന ശരിയായിട്ട് അറിയാൻ വയ്യാത്തവർ എന്നോട് ഒരാൾ എഴുതി ചോദിച്ചു, മോർണിംഗ് പ്രെയർ ഞാൻ അയക്കുന്ന പ്രാർത്ഥനകൾ ഈക്വലി വാലിഡാണ്. അതെല്ലാ പ്രാർത്ഥന അറിയെങ്കിൽ ചുമ്മാ തരുന്ന ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു സ്തോത്രം സ്തുതി ദൈവത്തിന് മഹത്വം, ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട് ദൈവമേ നീ പരിശുദ്ധന എന്ന് മറ്റേ പ്രഭാത പ്രാർത്ഥനയുള്ളതുപോലെ തന്നെ പരിശുദ്ധനാകുന്നുള്ള ഭാഗം. അതല്ല, ഏതെങ്കിലും ഒരു വാക്യം നമ്മളെ അന്ന് തൊട്ടത് ഒരു 7-8 പ്രാവശ്യം പല പ്രാവശ്യം പറയുമ്പോൾ ദൈവശബ്ദം അതിനകത്തുനിന്ന് കേൾക്കും. എളുപ്പമാണിത്, ഇത് പാടല്ല. പക്ഷേ വേദപുസ്തകം വായിപ്പിക്കാൻ ചിലർ എന്നോട് വിളിച്ചു പറയും, നല്ല വചനം അറിയാം ആൻറ്റി, വേദപുസ്തകം വായിക്കാൻ എനിക്ക് തോന്നത്തില്ല, തുറക്കാൻ. അവൻ്റെ തല വെട്ടി മാറ്റാൻ ആളുകളില്ലെന്ന് ഞാൻ ചോദിക്കുന്നത്. ഏത് ദുഷ്ടനാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ അധികാരം പറഞ്ഞ് വേദപുസ്തകം തുറപ്പിക്കുക? എനിക്ക് 2018 ഞാൻ ആർക്കോ ശുശ്രൂഷയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ട് എൻ്റെ തല മന്ദിച്ചിട്ട് ഏകദേശം 5-6 മാസം എനിക്ക് പാടായിപ്പോയി. ആ ടൈമിൽ ഞാൻ നോട്ട് ചെയ്ത ഒരു സത്യം, ഒരു കാരണവശാലും വേദപുസ്തകം എനിക്ക് വായിക്കാൻ തോന്നത്തില്ല. വായിച്ചാൽ എനിക്ക് ഉടനെ വേറെ ചിന്ത, അഴുക്ക്, നെഗറ്റീവ് ഇതിനകത്തുനിന്ന് വരും.
പക്ഷേ പിന്നെ ഞാൻ നിർബന്ധമായിട്ട് വചനം അറിയാവുന്ന പലരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് 5 മരുന്നും എടുക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് പിന്നെ അത് 2018 അതോടുകൂടി ഈ പിശാചിൻ്റെ തന്ത്രം ഞാൻ മനസ്സിലാക്കി. അതിൻ്റെ 10 ഇരട്ടി ശക്തിയിൽ ഇപ്പോൾ ആത്മാവിൽ എനിക്ക് വചനം പറയാൻ അല്ലെ നിലനിൽക്കാനുള്ള കൃപ ദൈവം തരുന്നു. കൃപയാണ് അത്. കർത്താവിന് ഈ ദുഷ്ടൻ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൻ്റെ ആഴമെന്ന് എനിക്ക് മനസ്സിലാക്കി. അത് എന്ത് ചെയ്യാനും പേടി, കാറേ കയറാൻ പേടി, പ്ലെയിനെ കയറാൻ പേടി, പിന്നെന്താ ബസ്സേ കയറാൻ പേടി, എല്ലാം പേടി. പക്ഷെ അതെല്ലാം പോയിട്ട് പിന്നെ എത്ര പ്രാവശ്യം ഞാനിപ്പം അമേരിക്കയ്ക്ക് പോയി, എത്ര പ്രാവശ്യം പ്ലെയിനിലും ബസ്സിലും കാറേലും യാത്ര ചെയ്യുന്നു. അപ്പം ഇതെല്ലാം ദുഷ്ടൻ്റെ ഓരോ ടെമ്പററി ആയിട്ട് വരുന്ന ശത്രുവിൻ്റെ തന്ത്രങ്ങളെ കണ്ട് ഭയപ്പെടേണ്ട. ദൈവം എല്ലാം പറയും, ദർ ഇസ് നോ വിൻ്റർ പാസത്ത് ആഫ്റ്റർ അനദർ വിൻ്റർ. ഒരു വിൻ്റർ കഴിഞ്ഞിട്ട് വേറൊരു വിൻ്റർ അല്ല വരുന്നത്. ഒരു ശീതകാലം കഴിഞ്ഞൊരു ശീതകാലം അല്ല വരുന്നത്. ഒരു ശീതകാലം കഴിയുമ്പോൾ ഒരു വസന്തമാണ് വരുന്നത്. അറിയാമോ? കണ്ണുനീരോട് വിതയ്ക്കുക, ആർപ്പോട് നീ കൊയ്യാതിരിക്കുമോ? ദൈവവചനമ ചെയ്തേ ഒക്കത്തുള്ളൂ. നമ്മൾ ദൈവത്തോട് സംസാരിക്കണം. അത് ന്യായാധിപതി വാതിക്കൽ നിൽക്കുന്നു. അതുപോലെ തന്നെ യോഹന്നാൻ്റെ 8:12 പറയുന്നു, ഞാൻ ഭൂമിയുടെ വെളിച്ചമാണ്, എൻ്റെ വെളിച്ചത്തിൽ നടക്കുന്നെങ്കിൽ നീ ഇരുട്ടിൽ നടക്കത്തില്ല. പിന്നെ മനം തിരിയണം. കർത്താവിന് നിർബന്ധമാണ്. മനം തിരിയുന്നില്ലെങ്കിൽ വാളിന് മൂർച്ച കൂടും. പലപ്പോഴും വാളിന് മൂർച്ച കൂട്ടിയിട്ട് വെട്ടാതിരിക്കുന്ന നമ്മുടെ പ്രാർത്ഥന കൊണ്ടാണ്. പിന്നെ നമ്മൾ പറയും, കർത്താവ് മാനസാന്തരത്തിൻ്റെ ഹൃദയം. കാരണം ഇച്ഛ കൊടുക്കുക എന്ന്, ഇച്ഛ നിവർത്തിക്കുക എന്നും ദൈവത്തിന് തിരിഹിതമുണ്ടല്ലോ. അവനല്ലോ ചെയ്യുന്നത്. സദൃശ്യവാക്യം 21:1 തോന്നുന്നു. അപ്പം ഈ ഒരു വാക്യം ഇരിപ്പുള്ളിടത്തോളം കാലം നമ്മൾ ഈ വാക്യം വെച്ച് ഭർത്താവിനെ പറയും, അവൾ ആ വചനം ഓർത്തല്ലോ, അവൾ അതെന്നെ ഓർപ്പിച്ചല്ലോ, പിന്നെ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ. അപ്പം കർത്താവ് തന്നെ പിന്നെ പ്രവർത്തിക്കും. വചനം കൊണ്ട് ദൈവം പറഞ്ഞത് തിരിച്ചു പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. സാധുക്കളുടെ അപേക്ഷ ദൈവം കേൾക്കും, അവൻ നമുക്ക് ഉത്തരം തരും. സങ്കീർത്തനം 9:18. മത്തായിയുടെ സുവിശേഷം കർത്താവ് പറയുന്നുണ്ട്, കർത്താവിൻ്റെ ന്യായവിധി ഉണ്ട് എന്ന്. ദൈവത്തിൻ്റെ ന്യായവിധി നമ്മുടെ മേലുണ്ട്. ന്യായാധിപതി വാതിക്കൽ നിൽക്കുന്നു. അവൻ്റെ ന്യായം കഠിനമാക്കുന്ന ഒരു ദൈവമുണ്ട്. പക്ഷേ അല്പമെങ്കിലും ഹൃദയത്തിനൊരു പശ്ചാത്താപം വന്നെങ്കിൽ അവൻ നമ്മളെ സൂക്ഷിക്കും. 25:31 വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാട്ടുകളെയും തമ്മിൽ വേർതിരിക്കുന്ന പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാട്ടുകളെ ഇടത്തും നിർത്തും. രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ. അത്രയും മതി. ദൈവം വിളിച്ചു മാറ്റും. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. അപ്പം എളിയവരെ ആദരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവം നമ്മളെ വിളിച്ചു. മാലാഖിയിൽ അതുപോലെ തന്നെ രോഗോപശാന്തിയുമായിട്ട് നീതി സൂര്യൻ കടന്നു വരികയാണ്. ആ ദൈവം നമ്മുടെ കൂടെ നിൽക്കുകയാണ്. പിന്നെ 3-ാമത്തെ പോയിൻ്റ്, ഞാൻ വാതിക്കൽ മുട്ടുകയാണ്. ദൈവം പറയുന്നു, ഞാൻ വാതിക്കൽ മുട്ടും. വെളിപ്പാടിന് 3:20, ഞാൻ വാതിക്കൽ വന്ന് മുട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പം ഞാനീ പറയുമ്പോഴും മുട്ടുകയാണ്. കല്ലുപോലുള്ള ഹൃദയമാകാതെ മാംസള ഹൃദയമാകട്ടെ. ഇതിനു മുമ്പ് മാംസള ഹൃദയമാക്കുന്ന വചനം ചെന്ന് നിൻ്റെ വചനം തീ പോലെയും പിന്നെ പാറയെ പിളർക്കുന്ന ചുറ്റിക പോലെയും ചെന്നിട്ട് കൊണ്ടിട്ട് ഇത് കല്ലുപോലിരിക്കുന്നവരുടെ ഹൃദയം മാംസളമാക്കിയിട്ട് ഈ വചനം അയക്കുന്നു. ഞാൻ വാതിക്കൽ മുട്ടുകയാണ്. എൻ്റെ ദൈവമേ, നീ മുട്ടിയൊക്കത്തുള്ളൂ ദൈവത്തിന് സാധ്യമായിട്ടൊന്നുമില്ലല്ലോ. അതാണ് നമ്മുടെ മിടുക്ക്. നമ്മൾ പറയാണ്, നമ്മളൊരാൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. വെളിപ്പാടിൻ്റെ 3:20 ഇങ്ങനെയാണ് പറയുന്നത്. അത് നല്ല വാക്യമാണ്. എല്ലാവരും 1:20, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. പോരെ. എന്താണ് ദൈവം ചെയ്യുന്നത്? ഞാൻ ഇനിയൊരിപ്പോൾ നവംബർ ഡിസംബർ 2 മാസം കൊണ്ട് ഞാൻ എപ്പോഴും പറയും, ഞങ്ങളൊക്കെ ജാനുവരി തൊട്ട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവസന്നിധി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പല കാര്യങ്ങൾക്കും ഒരു കർത്താവിൻ്റെ ഒരു ജനന പെരുന്നാളിന് മുൻപേ അല്ലെങ്കിൽ കർത്താവിൻ്റെ ബർത്ത്ഡേക്ക് മുൻപേ ഒരു ഉത്തരം തന്നെ കർത്താവേ എന്ന് നിർബന്ധം. അപ്പോൾ തീഷ്ണതയാണ്. ഒരു ടൈം വെച്ച് ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ ഞാൻ വാങ്ങിച്ചെടുക്കും, നവംബർ ഡിസംബർ ഞാൻ വെട്ടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലണം. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കൽപ്പന അനുസരിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ്റെ കൽപ്പന അനുസരിക്കുന്ന പാടല്ല. നമ്മൾ ഭർത്താക്കന്മാരുടെ കൂടെ നിൽക്കുന്നത്
പലപ്പോഴും അവരുടെ എല്ലാ സ്വഭാവം നമുക്ക് ഇഷ്ടമായിട്ടല്ല, പക്ഷേ സ്നേഹം വരുമ്പോൾ അവരുടെ ബലഹീനതകൾ മറക്കുന്നു. അവരും നമ്മുടെ ബലഹീനത മറക്കുന്നത് ദൈവസ്നേഹം കൊണ്ടാണ്. ആ സ്നേഹത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോലെ. കർത്താവ് പറയുന്ന ഒരുങ്ങിയിരിപ്പീൻ. കർത്താവ് നമുക്ക് വേണ്ടി വെളിപ്പാടിൻ്റെ 3:7-8 പലരോടും ഞാൻ പറയുന്ന ഒരു വാക്യമാണ്. ഇതാ നമുക്ക് വേണ്ടി ദൈവം ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അത് തുറന്ന് കഴിഞ്ഞെന്ന് കയറി വാ. വാതുക്കെ നിൽക്കുന്നു മുട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ എല്ലാത്തിനും അകത്തോട്ട് കയറ്റാം. പറഞ്ഞില്ലേ, നിൻ്റെ ഓടാമ്പുകളെ മുറിക്കകത്ത് ഓടാമ്പുകളെ അടച്ചിട്ട് മുറി അടച്ച് നിൻ്റെ മക്കളെ ഞാൻ അതിനകത്ത് വെച്ച് അനുഗ്രഹിക്കുന്ന ഒരു ദൈവം കടന്നു വരും. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അവൻ മാറത്തില്ല. അവൻ്റെ വചനത്തിന് തെറ്റ് പറ്റത്തില്ല. സത്യത്തിൻ്റെ ആത്മാവ് നമ്മുടെ മുമ്പിൽ പോകട്ടെ. വാതുക്കൽ 3 പോയിന്റുകൾ പറഞ്ഞതും, 1 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വാതുക്കൽ അറ്റ് ദ ഗേറ്റ് പാപമാണ്. 2 ന്യായാധിപൻ. 3 യേശു വാതുക്കൽ വന്ന് മുട്ടുന്നു. ഏറ്റവും നല്ലത് യേശു വാതുക്കൽ വന്ന് മുട്ടി അവൻ്റെ മക്കളായി മാറുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സാവേ, ഞാൻ നിൻ്റെ ഓടാമ്പുകളെ അടച്ച് നിൻ്റെ മക്കളെ അതിനകത്ത് വെച്ച് അനുഗ്രഹിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതിനാൽ സ്തോത്രം. ദൈവം സ്നേഹിക്കുന്നവർക്ക് ദൈവം ചെയ്യുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഹൃദയം കൊണ്ട് നിരൂപിച്ചിട്ട് പോലുമില്ല. അത്ര മഹത്തരമായിട്ട് ചെയ്യുന്ന ഒരു ദൈവം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവിടെ നോക്കുന്ന ഈ പഴയ സ്വഭാവം, ജഡത്തിൻ്റെ സ്വഭാവത്തിനെ ഉരിച്ച് കളയാൻ ഞങ്ങളെ പുതുതാക്കണം. പുതുസൃഷ്ടിയാക്കിയേ പറ്റൂ. ദിനം പ്രതി പുതിയ മന്ന ഭക്ഷിക്കാൻ ഞങ്ങളെ ഇടയാക്കണം. നിൻ്റെ ആത്മാവിനോടുള്ള വാഞ്ചയിട്ട് തരണം. ഇച്ഛയിടാതെ ഒന്നും നടക്കത്തില്ല. നിർബന്ധ ബുദ്ധിയോടെ നിൻ്റെ മുമ്പിൽ വന്ന് ഇരിക്കാനുള്ള കൃപ തരണം. ബാക്കിയുള്ളതെല്ലാം മാറ്റിവെച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിൻ്റെ വചനം കേൾക്കുവാനും നിൻ്റെ വചനത്തിൽ ജയമുണ്ടെന്ന് പ്രഖ്യാപിക്കാനും ഞാൻ നിൻ്റെ ചിറകിൻ്റെ കീഴിൽ വന്നു എന്ന് വിളിച്ചു പറയാനും നീ എന്നെ ഇന്ന് നടത്തും എന്ന് വിശ്വസിച്ചേറ്റു പറയാൻ ഇടയാക്കണം. രാവിലെ തോറും നിൻ്റെ കരുണ എത്രയോ വലുത്. നമ്മൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് നിൻ്റെ കരുണ കൊണ്ട് മാത്രം. ഗ്രേസ് mercy is new every morning. His mercies are new every morning. They are new every morning. Great is thy faithfulness. അവരുടെ വിശ്വസ്തത വലുതാകിയാൽ തൻ്റെ കരുണയും ഞങ്ങളെ പൊതിഞ്ഞോണമേ. കൃപ കൊണ്ടും കരുണ കൊണ്ടും പൊതിയണമേ. പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവം ഇന്ന ദിവസം വിജയത്തിൻ്റെ കൂട്ടി ഉയർത്തിയിരിക്കുന്നു. സകലതും യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.